അയ്യോ അതാ മ്ലാവ് നോക്ക്, എന്ത് രസമാക്കിയാണ് ഉണ്ടായിരുന്നു കഴിക്കുന്നത്. കൊള്ളാം അല്ലേ? ഇത് നോക്കിയോ, ഡാൻസിങ് ഗേൾ കണ്ടോ. വണക്കം, ദിസ് ഇസ് ട്രാവൽ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നെല്ലിയാമ്പതിയിലാണ്. നല്ല അടിപൊളി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു. ഇതാ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നൊരു കാഴ്ച എന്ത് രസം. നമുക്ക് ചെറിയൊരു ക്ലൗഡിയാണ്. അതോടൊപ്പം എന്താ തേയിലത്തോട്ടവും ആ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. രാവിലെ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്ലാന്റേഷൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ട് കേട്ടോ, മഞ്ഞില്ല, പക്ഷെ നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നെല്ലിയാമ്പതിയിലെ 1-2 ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ട്രാവൽ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജ്യോതിസ് റിട്രീറ്റ് ആണ്. അപ്പോൾ നമ്മുടെ റൂമിൽ വരുന്നത് 2500 ആണ് കേട്ടോ ഈ ബാൽക്കണി റൂം. ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ്, പക്ഷെ കൊള്ളാം കേട്ടോ, മോശമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വ്യൂ തന്നെയാണ്. 2500 ആണ് ഇപ്പോഴത്തെ റേറ്റ്. വീക്കെൻഡിലാണ് കേട്ടോ, ഇവർക്ക് വീക്കെൻഡ് വീക്ക് ഡേയും സെപ്പറേറ്റ് റേറ്റ് ആണ്. അതല്ല നോർമൽ റൂമുണ്ട്, നമ്മുടെ മറ്റേ ഫ്രണ്ട്സ് താമസിക്കുന്ന നോർമൽ റൂമിലാണ്. അത് 2250 ആണ് നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ജ്യോതിസ് റിട്രീറ്റിൽ നിന്ന് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നൊരു കാഴ്ച. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ജ്യോതിസ് റിട്രീറ്റ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഓറഞ്ച് വാലി, ഫ്രണ്ടിൽ ലെഗ്രാൻഡ് അങ്ങനെ പ്രോപ്പർട്ടീസ് ഉണ്ട്. രാവിലെ ഇവിടെ സഫാരി ഉണ്ട് കേട്ടോ, ജീപ്പ് സഫാരി. അപ്പോൾ ഒരുപാട് ജീപ്പുകൾ അവിടെ നിരന്ന് കിടപ്പുണ്ട്. അതായത് എല്ലാ ഹോട്ടൽസിലെയും ടൂറിസ്റ്റിനെ കൊണ്ടുപോകാനായിട്ടാണ് ഓരോ ഹോട്ടൽസിൻ്റെ ഫ്രണ്ടിൽ ഒരു ജീപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇവിടെയുള്ള കുറേ ടൂറിസ്റ്റ് അവർ കൊണ്ടുപോയി. ഈ സഫാരിയുടെ വീഡിയോ, അതായത് ഈ ഭ്രമരം വ്യൂ പോയിൻ്റ് ഉണ്ട്. ഭ്രമരം സിനിമയിൽ മോഹൻലാൽ വണ്ടി ഓടിച്ചൊരു സ്ഥലമുണ്ട്, അതുവഴിയാണ് വ്യൂ പോയിൻ്റ് കാണാൻ പോകുന്നത്. അപ്പം ആ ഒരു വ്യൂ പോയിൻറ്റും ആ ഒരു സഫാരിയൊക്കെ എൻ്റെ മുമ്പത്തെ നെല്ലിയാമ്പതി വീഡിയോയിലുണ്ട് കേട്ടോ. കാണാത്തവരായിട്ടുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ അവിടെയാണ് ആ ഭ്രമരം പോയിന്റ്. ഭ്രമരം സിനിമയിൽ മോഹൻലാൽ വണ്ടി ഓടിച്ച ഓഫ് റോഡ് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുക കേട്ടോ. അപ്പം നമ്മളെന്തായാലും സഫാരിക്ക് പോകുന്നില്ല, നമ്മളിവിടുത്തെ കുറച്ച് ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഒന്ന് പോയിട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ നമ്മളെല്ലാവരും എണീറ്റു ജസ്റ്റ് ഞാൻ കാണിച്ച ടീ പ്ലാന്റേഷൻ ഇല്ലേ, അതുവഴിയൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചോട്ടോ. നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മഞ്ഞില്ലെങ്കിലും പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ല രസമുള്ള ക്ലൈമറ്റാണ് കേട്ടോ. അടിപൊളി. ഓക്കെ, കാര്യമില്ല, സൂപ്പർ അടിപൊളി കേട്ടോ. രാവിലെ നമ്മൾ ആ ടീ പ്ലാന്റേഷനൊക്കെ കാണാനായിട്ട് ഇറങ്ങിയാണ്. രസമാണ്, നോക്കിയാൽ നല്ല തണുപ്പുണ്ട്. ഇവിടെ എവിടെയൊക്കെയോ മയിലിൻ്റെ ശബ്ദമുണ്ട് കേട്ടോ. മയില് കിളികളൊക്കെ വിളിക്കുന്ന മയിലിൻ്റെ ശബ്ദമുണ്ട്, എവിടെയോ വരുന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. അങ്ങനെ ബഹളമൊന്നുമില്ല, നല്ല സൈലൻസ് ആണ്. നമുക്ക് എന്ത് രസമാണ് ടീ പ്ലാന്റേഷൻസ് കാണാനായിട്ട്. അങ്ങ് പച്ച പരവതാനി പോലെ കിടക്കുകയാണ്. ഇടയ്ക്ക് കുട്ടി കുട്ടി വീടുകളൊക്കെ ഉണ്ട്, അത് ഭയങ്കര ഭംഗിയാണ്. പിന്നെ വരുന്ന വഴിക്ക് അവിടെ ഒരു പള്ളിയുണ്ട്, രാവിലെ പ്രാർത്ഥനയാണ്. അടിപൊളിയല്ലേടാ, ഭയങ്കര സൈലൻസും നല്ല രസമുണ്ട്. എന്തോ അവിടെ ഒരു മാന് കേട്ടോ, നല്ല അടിപൊളി ഒരു മാന്. നമ്മൾ പെട്ടെന്ന് കണ്ടാണ് സാമ്പാർ ഡിയർ. എൻ്റെ കൊമ്പ് ദോ പോകുന്നു, എൻ്റെ കൊമ്പ് മാത്രം കാണാം, അതിങ്ങനെ ഓടിപ്പോവാണ്. ഇവിടെ നിന്ന് ചാടിപ്പോയത് കേട്ടോ. അത് എവിടെ നിന്നാണ് പോയത്? ഹനിക്കാണുണ്ട്, ഇവിടെ നിന്ന് ചാടിപ്പോയല്ലേ? അവിടെ അത് പോയി. സാമ്പാർ ഡിയറാണ് കേട്ടോ. അടിപൊളി ഭംഗിയാട്ടോ. നമുക്ക് നമ്മൾ ജസ്റ്റ് ആ ടീ പ്ലാന്റേഷൻ്റെ പൊക്കത്തോട്ട് ഇങ്ങനെ കയറി വന്നപ്പോൾ എന്ത് രസം നോക്കി കാണാൻ. അങ്ങോട്ടൊക്കെ കാടാണ്,
മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാനൊക്കെ കണ്ട പോലെ ഇനി പല മൃഗങ്ങൾ, ബൈസണൊക്കെ കാണുക കാട്ടിനകത്തൊക്കെ. നല്ലൊരു വ്യൂ പോയിന്റ്. ഞങ്ങളങ്ങനെ രാവിലെ ജസ്റ്റ് ആ പ്ലാന്റേഷനിലൊക്കെ ഒന്ന് റൈഡൊക്കെ പോയി തിരിച്ചു വന്നു. എന്നിട്ട് നമ്മുടെ റൂമിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡലി, സാമ്പാർ, പിന്നെ ചമ്മന്തി, മുട്ട പൊഴിഞ്ഞത് കഴിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ കുറച്ചടുത്താണ് ഒരു ഓറഞ്ച് ഫാം കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓറഞ്ച് ഫാമാണ് നമ്മൾ കാണാൻ പോകുന്നത്, നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് ഫാം. ഇവിടെ എല്ലാം കുട്ടി കുട്ടി കടകളിൽ നമുക്ക് ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, അതേപോലെ സ്പൈസസ്, പിന്നെ ഓയിൽ, നമ്മുടെ യുക്കാലി ഓയിൽ, അങ്ങനെയുള്ള പുൽത്തൈലം അതൊക്കെ കിട്ടും. ഈ കാണുന്നതാണ് ഓറഞ്ച് ഫാം. ഓറഞ്ച് ഫാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫാം പോയി ഒന്ന് കാണാം. ഇവിടെ ഓറഞ്ച് ഫാമിൽ ഓറഞ്ച് സ്ക്വാഷസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എത്ര രൂപ നോക്കാം, നോക്കിയിട്ട് അതും മേടിക്കാം. ഇതാണ് ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതി, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1943. ഇതാണ് എൻട്രി ഫീ. ഒരാൾക്ക് 25 രൂപയാണ്. കുട്ടികൾക്ക് 7-നും 15 വയസ്സിനും ഇടയ്ക്ക് 10 രൂപയും, ബിലോ 7 ഇയേഴ്സ് ആണെങ്കിൽ ഫ്രീ ആണ്. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് ഇതിൻ്റെ ടൈമിംഗ്. ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതി. അപ്പോൾ അത് ഓറഞ്ച് ഫാമിൽ കയറി. അവിടുത്തെ ഒരു മാപ്പ് ഇതാ അവിടെ ലേ ഔട്ട്, നോട്ട് ഇൻ സ്കെയിൽ ബട്ട് ഇതൊരു ലേ ഔട്ടാണ്. വാട്ടർ ലില്ലി പോണ്ട്, ചെക്ക് ഡാമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡിസ്വേ ആണ് പോയി കാണാം. ക്രോപ്പ് മ്യൂസിയം ഉണ്ട്. ഇതെല്ലാം ക്രോപ്പ് മ്യൂസിയം ആണ് കേട്ടോ. ചെടികൾ, പഴങ്ങൾ, സ്പോട്ട് പറിക്കരുത് ഫൈൻ. ചെടികൾ, പൂക്കൾ, പഴങ്ങൾ പറിക്കരുത്, സ്പോട്ട് ഫൈൻ 500 രൂപയാണ്. അപ്പോൾ നിനക്കല്ലേ ഓറഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞത്? പറഞ്ഞു 500 രൂപ കൈ വെച്ചിട്ട് വേണം. പക്ഷെ അത് കിട്ടുന്നില്ല. ദിസ് വേ പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റഡ് ഏരിയ. ഇതൊരു റോസാപ്പിൾ ഗാർഡൻ ആണ്. ജാമ്പയാണ്, ജാമ്പ. റോസ് ഇല്ലടാ, ജാമ്പ ഇല്ല. ജാമ്പയാടാ, റോസാപ്പിൾ. സീസണിലൊക്കെ വന്നാൽ നല്ലതായിരിക്കും അല്ലേ? കൊള്ളാട്ടോ, നല്ല തണലല്ലേ, ഇവിടെ ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. നല്ലൊരു തണുത്ത കാറ്റുമുണ്ട്. ഓരോ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കാനായിട്ട് സൗകര്യമുണ്ട് കേട്ടോ. വൃത്തിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടല്ലേ അവർ. ഇലയൊന്നുമില്ല, എനിക്കൊന്ന് തൂക്കുമായിരിക്കടാ. തൂത്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. കൊള്ളാം. ഈ ഫ്ലവേഴ്സൊക്കെ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. ഈ ഒരു വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അടിക്കുന്നത്. എന്തൊക്കെ ബൊഗൈൻ വില്ലയും മറ്റൊക്കെ ഈ ഫ്ലവേഴ്സ് ഭയങ്കര രസമുണ്ട് കാണാൻ. അടിപൊളി. ഓക്കെ, ഇത് കൊള്ളാം അല്ലടാ കാണാൻ, നല്ല രസമുണ്ട്. നല്ല ഫോട്ടോ. ഓർണമെന്റൽ മദർ ഗാർഡൻ ഇവിടെയാണ് ഇവിടെ ഉള്ളത്. ഫുൾ ചെമ്പരത്തിയാണ്. ഇവിടെ എന്തോ ഉണ്ട്, ഇതെന്തോ ഇവിടെ കുറച്ച് വാടാമല്ലിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതോ നട്ടായിരിക്കുമല്ലോ, ചുമ്മാ കൊണ്ടിട്ടായിരിക്കും അല്ലേ ഇതൊക്കെ. അതാ കോളിഫ്ലവർ ആണ്. എടാ ഇതിനകത്തൂടെ കയറി പോടാ ഇനി. വാ, ഇനി അത് വായിച്ചു നോക്ക്. എന്തോടെ ഒന്നുമില്ലടാ, അത് ചുമ്മാ ജസ്റ്റ് ലവ് മാത്രമേ ഉള്ളൂ, അല്ല അവിടെ ഒന്നും എഴുതിയിട്ടൊന്നും. ഇവിടെ ഉള്ളത് പ്രൊഗനിയ ഒച്ചാഡ് മാതൃ ഫലവൃക്ഷത്തോട്ടം. പോടാ, ഒരു ഫൈൻ അടിക്കും, സ്പോട്ട് ഫൈനാണ്. ഇതാണ്ട പ്ലക്കിംഗ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഇസ് എ പണിഷബിൾ ഒഫൻസ്.
കോളിഫ്ലവർ ആണ്. ഇവിടെയൊക്കെ കോളിഫ്ലവർ നട്ടേക്കാണ്. അതേപോലെ റൈറ്റ് സൈഡിലും കോളിഫ്ലവർ നട്ടേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ഏറുമാടം ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ കയറാവുന്നതാണ്. ഇവിടെ ഒരു മരത്തിൽ ഹട്ടടിച്ചേക്കാണ്, ഏറുമാടം, ട്രീ ഹട്ട്. കയറാടാ, കയറിയോ? ട്രീ ഹട്ടിൽ കയറാം. എന്താ ഒരു ട്രീ ഹട്ട് കയറി നോക്കിയാലോ. ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ ഈ ഒരു ഫാം. കയറി വരുമ്പോൾ ഇതിനകത്തൊരു പുലിയായിരിക്കും. നമ്മൾ ഏർമാടത്തിനകത്തല്ലേ, ഏർമാടത്തിനുള്ളിലെത്തി. കമാൻ ശരത്, കൊള്ളാം കേട്ടോ. ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ്, കണ്ടോളൂ. അവിടെ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ടോ നോക്ക്. ഇവിടെ എല്ലാം ക്യാബേജാണ്. ക്യാബേജ് അല്ല, കോളിഫ്ലവർ അല്ലടാ. ഇവിടെ എല്ലാം കോളിഫ്ലവർ നട്ടേക്കാണ്. അവിടെ എന്തോ നടുന്നുണ്ട് അവർ, ആഴമുണ്ട്. ഇതാ എനിക്കും ഇത് സ്ട്രോബെറി ആയിരിക്കും ഇവിടെ. ഇത് അവരിങ്ങനെ നട്ടെ. ഇത് കണക്ക് ഹമ്പ് പോലെ ചെയ്ത് അതിനകത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് സ്ട്രോബെറി. നമ്മുടെ സ്ട്രോബെറി ഫാം പോയി കഴിഞ്ഞാലേ മൂന്നാറ് ഇങ്ങനെയാണ്. കൊള്ളാം, നല്ല തണുത്ത കാറ്റ് വട്ടവിടെ. അത് തന്നെ. അങ്ങനെ ഞങ്ങൾ ഏറുമാടത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ പോണ്ട് പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഫുൾ ആമ്പലാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല കാറ്റാണ് കേട്ടോ. ഇതാണ് വാട്ടർ ലില്ലി പോണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ് വെള്ളം. പറയാതിരിക്കാം അല്ലേ, വെള്ളം കുടിച്ചിട്ടേ ഇവിടെ കയറി പോയിരിക്കാനിരിക്കും. ആമ്പൽക്കുളം. വാട്ടർ ലില്ലി പോണ്ട്. വാട്ടർ ലില്ലി പോണ്ട്. ആമ്പലുകളുണ്ട് കേട്ടോ അതിനകത്ത്. അത്യാവശ്യം കുറച്ച് ആമ്പലുകളുണ്ട്. നല്ല നല്ല കൊള്ളാം കേട്ടോ. അപ്പൊ നമ്മളിതാ ഓറഞ്ച് ആൻഡ് പച്ചക്കറി തോട്ടം കാണാൻ പോവാണ് കേട്ടോ. എന്താ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ വളർന്നു വരുവാണ്. ഇവിടെ എല്ലാം നട്ടേക്കുന്ന ക്യാബേജ് ആണ്. അത് പാഷൻ ഫ്രൂട്ടാണ്. അത് പാഷൻ ഫ്രൂട്ടാടാ. അതിനകത്ത് നിൽക്കുന്ന എല്ലാം പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. എനിക്കൊന്ന് കിളിയൊന്നും വരാതിരിക്കാനായിട്ട് ഒരു കുപ്പികളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റത്ത് കുപ്പി കെട്ടുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അതാ അങ്ങോട്ട് പോയാൽ ഓറഞ്ച് മരങ്ങളുണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് ഓർക്കിഡ് ആൻഡ് അതർ ഓർണമെൻ്റൽ ചെടികളാണ് കേട്ടോ. ആ ഒരു ഹൗസിനകത്താണ് ഉള്ളത്. നല്ല തണുത്ത കാറ്റുണ്ട്. വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റാണ്. ഓർക്കിഡ് ആൻഡ് അതർ ഓർണമെൻ്റൽ ചെടികളാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. പോയി കാണാം. എന്താ ഈ ഹൗസിനകത്താണ് കേട്ടോ. ഓർക്കിഡാണ്. അതോ ഓ അടിപൊളി. ഓ ഇത് അടിപൊളി കേട്ടാ, നൈസാണല്ലോ. എന്താ കാറ്റ്കസ് ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്. ഓ ഇത് സൂപ്പർ ആട്ടോ. ഇത് 5000-ന് നമ്മുടെ കാറ്റ്കസ് അല്ലേ, കാറ്റസ് ഉണ്ടാക്കുന്ന ആളെ ഇത് 5000-ന് ചോദിച്ചു. അപ്പൊ ഷോപ്പിലുണ്ട്, ഇപ്പൊ കൊടുക്കുന്നില്ല. കുറച്ച് ഫ്ലവർ ഷോ വരുന്നുണ്ട്. ഓഹോ, അപ്പൊ ഫ്ലവർ ഷോ ഇതിനെന്താ പറയണോ, ഈ ചെറിയ ചെടികൾക്ക് എന്താ പറയണോ, എന്താ പറയുന്നത്? ഇത് ഓർക്കിഡ് ഫാമാണ്. നോക്കി എന്ത് രസമാണ് ഈ പൂക്കളൊക്കെ. ഇനി ഒരു ഡാൻസിങ് ഗേളിൻ്റെ ഓർക്കിഡ് ഉണ്ട്, അത് കാണാനായിട്ട് പോവാണ്. ഏതാ
ഏതാ ഉള്ളത് ഇവിടെ ഡാൻസിങ് ഗേൾ? ആ കൊള്ളാം അല്ലേ? ഇത് നോക്കിയോ ഡാൻസിങ് ഗേൾ കണ്ടോ? ഒരു കുട്ടി ഡാൻസ് കളിക്കുന്ന പോലെയാണ്. നമുക്ക് എന്ത് രസമാണ് നോക്ക്. ഒരു കുട്ടി ഡാൻസ് കളിക്കുന്ന പോലെയാണ് ആ ഓർക്കിഡിൻ്റെ ഷേപ്പ് കേട്ടോ. അപ്പോൾ അത് അടിപൊളി. ഇത് നമ്മൾ നേരത്തെ കണ്ട ഡാൻസിങ് ഗേൾ എല്ലാം ആണെങ്കിലും ഇത് വൈറ്റ് ആണ്. കൊള്ളാമല്ലേ? ഇതെനിക്ക് അവർ ഉണ്ടാക്കിയായിരിക്കും കേട്ടോ. രണ്ട് കളർ മിക്സ് ആയിട്ട് കിടക്കും. നോക്കണ്ടോ? ഇത് വൈറ്റ് ഡാൻസിങ് ഗേളിൻ്റെ ഓർക്കിഡാണ്. ഇത് എർത്ത് സ്റ്റാർ ഡിസംബർ ക്രിസ്മസ് കാറ്റസ് ആഫ്രിക്കൻ വയലറ്റ്. ക്രിസ്മസ് കാറ്റസ് ഡിസംബർ കാറ്റസ് ഡിസംബറിൽ മാത്രം. ഇത് സ്നേക്ക് പ്ലാന്റ് കേട്ടോ. ബോൺസായി അതാണ് ഉദ്ദേശം. അത് എല്ലാ ചെറിയ ചെടികൾക്കും ബോൺസായി വേണം. അത് ഹവാത്തിയ, ഇത് ബെറോക്കൽ, അത് ഹവാത്തിയ. അതായത് ഇതൊക്കെ എത്ര രൂപ വരും ചേച്ചി? ഇത് ഇനി നമ്മൾ അടുത്ത മാസമാണ് ഇതിന്റെ അതായത് ഉദ്ദേശം. അത് എന്തായാലും ഒരു 200 രൂപ വരാണ്ടിരിക്കില്ല എനിക്ക് പറഞ്ഞു. അതായത് നിങ്ങൾ ജനുവരിയിൽ ഇത് കേക്ക് നിങ്ങൾ ജനുവരിയിൽ വാങ്ങിക്കുമ്പോഴേക്ക് ഇതേ സംഭവം ഇങ്ങോട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഒരു പോട്ട് ഫുള്ളായി കേട്ടാ. ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ആ സമയത്ത് വരുമ്പോഴേക്കും ഇങ്ങോട്ടൊക്കെ ഈ സംഭവം വരും. അപ്പൊ അതിന് നമ്മൾ എന്തായാലും 200 രൂപ പാട്ട് പാടിയിട്ട് കൊടുക്കും. ഇത് വേണമെന്നേ പറയുള്ളൂ, വേണ്ടെന്ന് പറയില്ല. ഇത് കൊണ്ട് ഒരു ഭാഗത്ത് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതിയല്ലോ. ഒത്തിരി സ്പ്രേ ചെയ്ത് കൊടുത്താൽ ലിപ്സ്റ്റിക് പ്ലാന്റ് കണ്ടിട്ടുണ്ടാ? ഇത് വേണ്ട. അതായത് നമ്മൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുന്ന മോഡൽ ഇതിനെയും വരാനുണ്ട്. ഇതാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. ലിപ്സ്റ്റിക് പ്ലാന്റ് അല്ലേ? അതെ. ഇതൊരു സെയിൽസ് കൗണ്ടറാണ്. പ്രോഡക്ട്സ് ഓഫ് ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് ലിറ്റിൽ ഫാമിംഗ് സെയിൽസ് കൗണ്ടറാണ്. ഇവിടെ സ്ക്വാഷ് ഉണ്ട്, ജാമ്പയുണ്ട്, ഗുവ ഉണ്ട്, ലെമൺ ഉണ്ട്. ഓറഞ്ച് സീസൺ ആകുമ്പോൾ നമുക്ക് ഓറഞ്ചിന്റെ സ്ക്വാഷ് ഒക്കെ കടകളിൽ ഇവിടെ 600 രൂപ കിലോ, കാക്കില് 150 രൂപ. കടകളിൽ മറ്റേ 800 രൂപയുടെ വില, 600 കിലോയ്ക്ക്. ചേട്ടാ ഒരു നെല്ലിക്ക് ജ്യൂസ് വരും കുടിക്കാനുള്ളതാണോ? ആ കുടിക്കാം. വേറൊന്നുമില്ലല്ലോ. ഇത് നോക്കട്ടെ ചേട്ടാ. ഈ കുരുമുളക് നല്ലതാണോ? നല്ല കിട്ടൂലേ? 150 രൂപ ഉള്ളൂടാ. ഇത് ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണോ ഈ കുരുമുളക്? നെല്ലിക്ക ജ്യൂസാണ്. റെഡി ടു ഡ്രിങ്ക് ആണ്. എത്ര ഏട്ടാ ഇത്? 28 രൂപ. എത്ര? 28 രൂപയാണ്. 250 ml 28 നെല്ലിക്ക. ഇതിന് എരിവല്ലോ ഉണ്ടോ? അതോ മധുരോ? ട്രൈ നോക്കണം. ജാമാ രണ്ടും കൂടി കൊള്ളാം. ആക്ച്വലി ഇതിനകത്ത് എരിവാണ്. തേനെല്ലിക്ക. പക്ഷെ ആക്ച്വലി ഇതിൽ എരിയൊക്കെ വരുമ്പോഴാണ് വേറെ ടേസ്റ്റ് അല്ലേ? ഇതാ ഞങ്ങളങ്ങനെ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഇനി ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് പോകണം. സീതാർകുണ്ട് വ്യൂ പോയിന്റും കേശവൻപാറ അങ്ങനെയുള്ള കുറച്ച് വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ എല്ലാവരും ഇറങ്ങി. അപ്പോൾ നമുക്കിനി നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാം. അവിടെ നിന്ന് നമ്മൾ താഴത്ത് ഇന്നലെ കണ്ട സീതാർകുണ്ട് വാട്ടർഫോൾ കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ പോകുന്നൊരു വഴിയാണ്. നോക്കി നല്ല രസമാണ്. ടീ പ്ലാന്റേഷൻ ഇടയിൽ കൂടിയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഫുൾ ടീ പ്ലാന്റേഷൻസ് ആണ്. രസമാണ് നോക്കിയെ കൊണ്ടൊക്കെ കാണാൻ. ഇടയ്ക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഫുൾ ടീ പ്ലാന്റേഷൻസ് ആണ് കേട്ടോ രണ്ട് സൈഡും. ഇതാണ് നെല്ലിയാമ്പതിയുടെ വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകൾ. അതിലൊക്കെ എന്ത് രസമാണ്. അടിപൊളിയല്ലേ? ആ 4-5 വീട് ഒരുമിച്ച് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാനായിട്ട് കയറാണ്. ഇത് ടോപ്സ് ഗ്രൂപ്പിൻ്റെ ഒരു എസ്റ്റേറ്റ് ആണ്. അതിനകത്തൂടെ വേണം വ്യൂ പോയിന്റ് കാണാനായിട്ട് പോകാനായിട്ട്.
ഇനി അങ്ങോട്ട് കാപ്പിത്തോട്ടമൊക്കെ ആണ് കേട്ടോ. പോപ്സ് ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ, പോപ്സ് ഗ്രൂപ്പ് സീതാർകുണ്ട്. ഇത് ഫുൾ കാപ്പിത്തോട്ടമാണ്. അപ്പോൾ ഇതിനകത്തൂടെ വേണം നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ പോകാനായിട്ട്. പിന്നെ നമ്മുടെ സീതാർകുണ്ട് പോകേണ്ട പോപ്സ് ഗ്രൂപ്പിൻ്റെ എൻട്രിയാണ്. ഇവിടെ വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുക്കണം. വണ്ടി നമ്പർ എഴുതി കൊടുത്തിട്ട് നമ്മളിനി സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാനായിട്ട് പോകണം. അപ്പോൾ പോവാം. രണ്ട് സൈഡും കാപ്പി മരങ്ങളാണ്, കാപ്പിത്തോട്ടമാണ്. കാപ്പിത്തോട്ടത്തിലൂടെയാണ് നമ്മൾ സീതാർകുണ്ട് പോകുന്നത്. പോപ്സ് ഗ്രൂപ്പിൻ്റെ എസ്റ്റേറ്റാണ് കേട്ടോ. പോപ്സ് ഗ്രൂപ്പ് അവരുടെ കോഫി പ്ലാന്റേഷനാണ്. അതിനകത്തൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. നല്ല രസമാണ് കേട്ടോ. ചെറിയൊരു ഇരുട്ടാണ്. മരങ്ങളെല്ലാം നല്ല വലിയ വലിയ മരങ്ങളുള്ളതുകൊണ്ട് അതിങ്ങനെ കൂടി നിന്നിട്ട് വെളിച്ചം അടിക്കുന്ന തന്നെ കുറവാണ്. ഇതെല്ലാം കാപ്പിയാണ്. നോക്കിയാൽ ഫുൾ കാപ്പിയാണ്. അയ്യോ അതാ മ്ലാവ് നോക്ക്, എന്ത് രസമാക്കിയാണ് ഉണ്ടായിരുന്നു കഴിക്കുന്നത്. അയ്യോ അടിപൊളി. നോക്ക്, നമ്മളിത് കണ്ടില്ലടാ. ഇത് നമ്മൾ മരം നോക്കി പോയത്. ഓ അങ്ങനെ നമ്മൾ മാനിനെ കണ്ടു. ഇതാ മ്ലാവിനെ കണ്ടു. മ്ലാവാണല്ലേ? മ്ലാവൻ. നമ്മളൊന്ന് വീട്ടിലെടുക്കുന്നതായിരുന്നു. അവിടെ ഒരു വലിയ പടുകൂറ്റൻ മ്ലാവ് അവിടെ നിൽപ്പുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ല മ്ലാവ്. നല്ല സൈസുള്ള മ്ലാവ് കേട്ടോ. വീട്ടിനകത്ത് ഇത് നോക്കുക, അടിപൊളി തലമുട്ടിയിരിക്കുന്നു. അപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് വിസിറ്റിംഗ് ടൈം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ബൈക്കിന് 10 രൂപയാണ്. അവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ. നമുക്കിത് ആ വഴി നടന്നു വേണം സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കാണാൻ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ. അപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കാണാനായിട്ട് നടക്കുകയാണ്. രണ്ട് സൈഡും ടീ പ്ലാന്റേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സീതാർകുണ്ട് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാ നമ്മളങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടു തുടങ്ങി. ഇതാണ് സീതാർകുണ്ട് സൂയിസൈഡ് പോയിന്റ് കേട്ടോ. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങോട്ട് നടന്നാൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ നല്ലൊരു വ്യൂ ആണ്. കൊല്ലങ്കോട് നെന്മാറയൊക്കെയാണ് നമ്മളിവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് സൂയിസൈഡ് പോയിന്റ് ഉണ്ട്. ഈ മരം ഭയങ്കര ഫേമസ് ആണ്. നെല്ലിയാമ്പതി അടിച്ചു കഴിഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിന്റ് അടിച്ച് ഈ മരമാണ് വരുന്നത്. പണ്ട് ഈ കമ്പനിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ട് കെട്ടിയത്. പക്ഷേ ഇത് കെട്ടിയത് നന്നായി. കാര്യം ആൾക്കാർ അങ്ങോട്ടൊന്നും പോവില്ല. ചിലർ സ്ലിപ്പായി താഴെ പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. മുമ്പേ വന്നപ്പോൾ ഒരു കപ്പിൾ ഇങ്ങനെ സ്ലിപ്പായി പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അറിഞ്ഞതാ. അപ്പോൾ ഇതാണ് നമ്മുടെ സീതാർകുണ്ട് സൂയിസൈഡ് പോയിന്റ്. ഇതാ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ കൊല്ലങ്കോട് നെന്മാറയൊക്കെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. നമുക്ക് എന്ത് രസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടതാ, സൂയിസൈഡ് പോയിന്റ് കണ്ട് തിരിച്ചിറങ്ങാണ്. ഇനി ഇവിടെ തന്നെ 2 സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകണം. തൂക്കുപാലം, പിന്നെ അതേപോലെ കേശവൻ പാറ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറച്ച് ടീ ഫാക്ടറീസ് ഉണ്ട്. AVT ടീ ഫാക്ടറി ഉണ്ട്. എല്ലാം ഒന്നും പോകുന്നില്ല. നമുക്കിപ്പോൾ പോകാൻ പറ്റുന്ന 1-2 സ്ഥലം കൂടെ പോയി കാണിച്ചു തരാം. നല്ല സ്ഥലങ്ങളാണ്. ഇതൊരു പോപ്സിൻ്റെ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. ഇവിടെ ഐസ്ക്രീം, ജ്യൂസൊക്കെ മേടിക്കാൻ കിട്ടും. അതോടൊപ്പം സ്ക്വാഷ്, പിന്നെ ടീ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. നമ്മുടെ സീതാർകുണ്ട് സൂയിസൈഡ് പോയിന്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഈ ഒരു പോപ്സ് ഔട്ട്ലെറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പോപ്സിൻ്റെ ഔട്ട്ലെറ്റാണ് ഒരു മാംഗോ കോൺ ഐസ്ക്രീം മേടിച്ചു. ഇവിടുത്തെ മാംഗോ പൾപ്പിലുണ്ടാക്കിയ ഐസ്ക്രീം എന്ന് പറഞ്ഞു കേട്ടോ. അതല്ലാതെ അവിടെ ഓറഞ്ച് സ്ക്വാഷ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സ്ക്വാഷസ് ഒരുപാട് അവിടെ വയ്ക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി ഐസ്ക്രീമാണ്. സ്ട്രോബെറി ജ്യൂസാണോ? കൊള്ളോ? ഇവിടെ തന്നെ സ്ട്രോബെറി ആയിരിക്കും.
നമ്മളിതാ ഈ ഒരു കൊച്ചു കടയിൽ നിന്ന് കുറച്ച് കപ്പയും ബീഫും മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നു. എങ്ങനെയുണ്ടോ കപ്പയും ബീഫും? നല്ല ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തി ട്രൈ ചെയ്തോ? ചമ്മന്തി ട്രൈ ചെയ്തോ? മുളക് ചമ്മന്തി. മുളക് ചമ്മന്തി ഇത് കൊള്ളാം. ചമ്മന്തി കുറച്ച് ബീഫുമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാട്ടാ, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് റൂമിൽ വന്നു. ഇനി ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ നെല്ലിയാമ്പതിയുടെ നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. Thanks for watching the video. If you're not subscribed to the channel, please do subscribe and hit the bell icon to get notification for our next video. This is Trap Cup. Bye.